അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിൻ്റെ ഈ വർഷത്തെ ഇൻ്റർനാഷണൽ സ്പീച്ച് കോൺടെസ്റ്റിലാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആദ്യമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. ഖുർആനിനെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്. ഖുർആനെ സ്നേഹിക്കുന്നത് യഥാർത്ഥത്തിൽ കേവലം വാക്കുകളിലൂടെയുള്ള സ്നേഹമല്ല, മറിച്ച് ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഖുർആനിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും അത് പ്രചരിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഖുർആനിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്കിഷ്ടമുള്ള ഒരു കാര്യം, ഇപ്പോൾ നമുക്കിഷ്ടമുള്ള ഒരു വസ്തു നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പല ആളുകൾക്ക് മുന്നിലും പരിചയപ്പെടുത്തും. അതേപോലെ തന്നെയാണ് നമ്മൾ ഖുർആനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മൾ ആ ഖുർആനിനെ മറ്റുള്ളവർക്ക് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കും. അതിൻ്റെ വ്യത്യസ്ത പ്രോഗ്രാമുകളാണ് യഥാർത്ഥത്തിൽ ഈ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇവിടെ ഈ വർഷത്തെ സ്പീച്ച് കോൺടെസ്റ്റിൽ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം ഖുർആനിലെ 51-ാം അധ്യായം സൂറത്തു ദാരിയാത്തിലെ 21-ാമത്തെ വചനമാണ്. വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ. നമ്മിൽ തന്നെ, നിങ്ങളിൽ തന്നെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ അറിയാനും മനസ്സിലാക്കാനും അയാൾ വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ അവയവങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അള്ളാഹുവിനെ കുറിച്ച് ബോധ്യപ്പെടും എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മുടെ കണ്ണുകളും കണ്ണിൻ്റെ ചലനങ്ങളും നമ്മുടെ കാതും നമ്മുടെ ഹൃദയവും കൈയും കാലും ഇങ്ങനെ തുടങ്ങി ഓരോ അവയവങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അതിലൂടെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നിരന്തരമായ ചർച്ചകളിൽ ഉണ്ടാവുകയും അതിലൂടെ സമൂഹത്തിലേക്ക് ദൈവികമായ അള്ളാഹുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിന് മുൻകൈയെടുത്ത ലൗദി ഖുർആൻ ഭാരവാഹികൾ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നവരാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.